പ്രിയപ്പെട്ടവരെ, ഇന്നൊരു ചെറിയൊരു കഥ പറയാം കേട്ടോ. എനിക്കങ്ങനെ കഥ പറയാൻ അറിയില്ല, എവിടെയോ വായിച്ച് കേട്ട ഒരു സംഭവമാണ്. ഒരു കൊച്ചുകുട്ടി, അവൻ ഒരു 5 വയസ്സുകാരനാണ്. അവൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ കോണിൽ കൂടെ കയറി 5ാം നിലയുടെ മുകളിലെത്തി. 5 വയസ്സുകാരൻ മുകളിലെത്തി കഴിഞ്ഞപ്പോൾ അവന് പിന്നെ താഴേക്ക് ഇറങ്ങാനായിട്ട് യാതൊരു പിടിയില്ല. അപ്പോൾ അവൻ ഏറ്റവും മുകളിൽ നിൽക്കുകയാണ്, 5ാം നിലയുടെ മുകളിൽ നിൽക്കുകയാണ് താഴേക്ക്. അപ്പം വീട്ടുകാരും നാട്ടുകാരും അവരെല്ലാവരും ഓടിയെത്തി. അവരെല്ലാവരും പറഞ്ഞു, ഇല്ല അത്യാവശ്യം പണക്കാരാണ്, അതിന് ചുറ്റുപാടും വലയെല്ലാം എത്തി. അവനോട് പറഞ്ഞു, മോനെ നീ ഇങ്ങോട്ട് ചാടിക്കോ. പക്ഷേ അവൻ എന്ത് ചെയ്താൽ ചാടില്ലായിരുന്നു. അവസാനം അവൻ്റെ അമ്മ ഫോൺ വിളിച്ച് അപ്പൻ ജോലി സ്ഥലത്തുനിന്ന് വന്നു. അപ്പൻ അവിടെ നിന്നിട്ട് അത്രയും നേരം ഒത്തിരിയേറെ മനുഷ്യർ മോനെ ഇങ്ങോട്ട് ചാടിക്കോ ചാടിക്കോ എന്ന് പറഞ്ഞിട്ട് ചാടാതിരുന്നവൻ അവൻ പെട്ടെന്ന് അപ്പൻ പറഞ്ഞു, മോനിങ്ങോട്ട് ചാടിക്കോ എന്ന് പറഞ്ഞു. അവനൊറ്റ ചാട്ടം ചാടി. അപ്പോൾ താഴെ വന്നപ്പോഴത്തേക്ക് എല്ലാവരും ചോദിച്ചു, എടാ നീ എന്താ ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ട് നീ ചാടിയില്ലല്ലോ, നിൻ്റെ അപ്പൻ ചാടിക്കോ എന്ന് പറഞ്ഞപ്പോഴേ നീ ചാടി. അപ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ അപ്പനെ കണ്ണും പൂട്ടി വിശ്വസിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ വന്ന് ഈ സംഭവം ഇങ്ങനെ ഒരു കഥ കേട്ട് പോയിട്ടുണ്ടെങ്കിലും ഞാനിവിടെ വന്നതിന് ശേഷം എന്നും നമ്മുടെ അച്ഛൻ പറയും ഇല്ലേ, കണ്ണും പൂട്ടി ദൈവവചനത്തിൽ വിശ്വസിക്കുക, അന്ധമായി വിശ്വസിക്കുക. അച്ഛൻ്റെ ഒരു പ്രസംഗത്തിൽ പോലും ഈ വാക്ക് കേൾക്കാതെ പോയിട്ടില്ല. കണ്ണും പൂട്ടി വിശ്വസിക്കുക, അല്ലെങ്കിൽ അന്ധമായി വിശ്വസിക്കുക. ദൈവവചനത്തിൽ നിങ്ങൾ കണ്ണും പൂട്ടി വിശ്വസിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സംഭവം എന്നെയും ചിന്തിപ്പിക്കാൻ തുടങ്ങി. അപ്പം ഞാനും അച്ഛനിങ്ങനെ എന്നും പറയുന്നുണ്ടല്ലോ, ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ വചനങ്ങളിലേക്ക് കിടന്നു. വചനത്തിലേക്ക് കിടന്നപ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചു. എന്നാൽ ഈ 5 വയസ്സുകാരൻ അവൻ്റെ അപ്പനെ കണ്ണും പൂട്ടി വിശ്വസിച്ച് ചാടിയതുപോലെ തന്നെയാണ് വചനത്തിലേക്ക് കിടക്കുമ്പോൾ ഒത്തിരി പേരെ നമുക്ക് കാണാം ഇല്ലേ. കണ്ണും പൂട്ടി വചനത്തിൽ വിശ്വസിച്ച ആദ്യത്തെ ആളെ ഒന്ന് പറയാമോ? അതിന് മുമ്പ് ഒരാളുണ്ട്, നോക. അവനോട് ഒരു പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞ വഴി അവൻ ആ പറഞ്ഞ ദൈവം പറഞ്ഞ അതേ അളവിലും വലുപ്പത്തിലോ ഒരിക്കൽ പോലും അവൻ കണ്ടിട്ടുണ്ടോ? നമുക്ക് കേൾക്കാം അല്ലേ, അന്ന് പെട്ടകം ഉണ്ടാക്കിയെന്നെങ്കിലും കേൾക്കാം, അല്ലെങ്കിൽ നമുക്ക് വചനത്തിൽ കാണാം. നോക്ക കണ്ടിട്ടുണ്ടോ? ഇല്ല. അവൻ കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിക്കുകയാണ്. ദൈവം പറഞ്ഞത് ദൈവം പറഞ്ഞ അതേ അളവിൽ പെട്ടകം ഉണ്ടാക്കുന്നു, മഴ പെയ്യുന്നു, അവസരം ഒരു 5 മാസം, അതായത് 150 ദിവസം വെള്ളപ്പൊക്കം നീണ്ടു നിൽക്കുന്നതൊക്കെ കടക്കുന്നത് അപ്പോഴാണ് നോക്ക കാണുന്നുള്ളൂ. പക്ഷെ നോകയോട് പെട്ടകം നിർമ്മിക്കാൻ പറഞ്ഞപ്പോൾ അവിടെ എന്താ ചെയ്തേ? ആ ദൈവത്തിൻ്റെ വചനത്തെ കണ്ണും പൂട്ടി വിശ്വസിച്ചു. അടുത്തത് നിങ്ങൾ പറഞ്ഞ പോലെ അബ്രഹാം ഏതാ കണ്ണും പൂട്ടി വിശ്വസിച്ചേ? ദേശം വിട്ടു പോകാൻ പറഞ്ഞ വഴി തന്നെ അവനങ്ങോട്ട് പോയി. ഈ പെട്ടകം ഉണ്ടാക്കി വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈശോ ഇന്ന് നമുക്ക് ഓർക്കാൻ വേണ്ടി മഴവെള്ളത്തെ ഓർക്കാൻ വേണ്ടി ഇന്നൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്, മഴവില്ല്. നമ്മളിന്നും മഴവില്ല് കാണുമ്പോഴൊക്കെ ഒന്ന് ഓർത്തോളൂ കേട്ടോ. ദൈവം ഒരിക്കൽ ലോകം മുഴുവൻ നശിപ്പിച്ച് അതിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിരിക്കുന്ന. അപ്പം നമ്മളിനി എങ്ങനെ ജീവിക്കണം? ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിച്ച് ഏകദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന് ഈ മഴവില്ലെങ്കിലും കാണുമ്പോൾ നമ്മുടെ ഓർമ്മയാണ്. ഇനി നമ്മൾ മഴവില്ല് കാണാൻ ഇനി കൊതിക്കണമായിരിക്കും അല്ലേ? ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ മഴവില്ല് കാണാനായിട്ട്? മഴവില്ല് കാണാൻ വേണ്ടി പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഈ ഈശോ പറഞ്ഞ വാക്ക്, ദൈവം പറഞ്ഞ വാക്ക് അവിശ്വസിച്ച ഒരു പെൺകുട്ടിയുണ്ട്. ആരാ? അതോ പോയെന്നോ അല്ല, ഇങ്ങോട്ട് കടന്നു പോന്നു കഴിയുമ്പോൾ ഓർമ്മയുണ്ടോ? സാറ. അവളെന്താ ചെയ്തേ? ഒരു കുട്ടി എനിക്കെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ നമ്മളെപ്പോലെ ഒന്ന് ചെറുതായിട്ടൊരു ചിരിച്ചു അല്ലേ. കാരണം ഇതൊക്കെ നടക്കാൻ പോകുന്നുണ്ടോ, എനിക്ക് ഇത്ര പ്രായം, കെട്ടിന് ഇത്ര പ്രായം എന്ന് പറഞ്ഞ് ചിരിച്ച ഒരാളെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? ഉൽപ്പത്തി പുസ്തകം 18:14 പറയുന്നുണ്ട്. സാറയൊക്കെ ചിരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ കർത്താവ് ഒരു കാര്യം, കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? കർത്താവിന് കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ? അതാണ് നമ്മൾ ചിന്തിക്കണേ. കർത്താവിന് കഴിയാത്തതായി എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ആ കുഞ്ഞിന്, എൻ്റെ അപ്പന് ഇത് സാധിക്കുമെന്ന് അവൻ വിശ്വസിച്ചെങ്കിൽ നമുക്കൊക്കെ ദൈവത്തിന് കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് കാണാം ജോസഫ് എവിടെയാണോ ജോസഫ് ശരിക്കും കണ്ണും പൂട്ടി വിശ്വസിച്ചൊരു സംഭവം ഓർമ്മയുണ്ടോ? ഞാൻ പെട്ടെന്ന് കിടക്കണേ. പോത്തിഫറിൻ്റെ വീട്ടിൽ അല്ലേ, സുഖമായിട്ട് അവനവിടെ ജീവിക്കാമായിരുന്നു. പക്ഷെ അവൻ പറഞ്ഞ ഒരു വാക്കുണ്ട്. ഉൽപ്പത്തി 39:96 ഒരു വാക്ക് അവൻ പറയുന്നുണ്ട്. കേൾക്കാം നമുക്ക്. ഉൽപ്പത്തി 39:96. എല്ലാം അവൻ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നേക്കാൾ വലിയവനായി ആരും ഈ ഭവനത്തിലുമില്ല. എൻ്റെ മേൽനോട്ടത്തിൽ നിന്നും നിങ്ങളെ അല്ലാതെ മറ്റൊന്നും അവൻ മാറ്റി നിർത്തിയിട്ടില്ല. അത് നിങ്ങൾ അവൻ്റെ ഭാര്യയായത് കൊണ്ടാണ്. ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി
പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യുക. ഓക്കെ, കണ്ടോ, ഇത്ര നീചമായിട്ട് ദൈവത്തിനെതിരെ പാപം ചെയ്യേണ്ട എന്നൊറ്റ ചിന്ത വന്ന, അല്ലെങ്കിൽ സുസംതൃപ്തമായിട്ട് അവിടെ ജീവിച്ചുകൂടെ? കാരണം അതിന് മുമ്പുള്ള ജീവിതങ്ങളൊക്കെ എങ്ങനെയായിരുന്നെന്ന് ജോസഫിനെ അറിയാം അല്ലേ? പൊട്ടക്കിണറ്റിലും കാരാഗ്രഹത്തിലൊക്കെ കടന്നു വന്ന ജോസഫാണ്. അപ്പം ജോസഫിനെ അറിയാം, ദൈവമേ ഇനി ഇവിടെയെങ്കിലും സുഖമായിട്ട് ജീവിച്ചു പോകും. പക്ഷെ അവൻ പറഞ്ഞ എന്താ? ഇത്ര നീചമായി പാപം പ്രവർത്തിച്ച് ദൈവത്തെ വേദനിപ്പിക്കില്ല. പിന്നെ നമുക്കറിയാം നമ്മുടെ മോശ അത്ഭുതങ്ങളൊക്കെ മോശയോട് ആദ്യം പറയുമ്പോൾ മോശയൊന്നും കണ്ണുപൂട്ടി വിശ്വസിച്ചൊന്നുമില്ല അല്ലേ? നമുക്കറിയാം, കുറേ തർക്കിച്ചിട്ടൊക്കെയാണ്. പിന്നെ ഓരോ അത്ഭുതങ്ങളൊക്കെ നടക്കുമ്പോൾ അവനെ കണ്ണും പൂട്ടി വിശ്വസിക്കുന്നതായിട്ട് കാണും. അതുപോലെ ജോഷയോട് തമ്പുരാൻ പറയുന്നുണ്ട്, ജോർദാൻ കിടക്കാൻ വേണ്ടി എന്താ പറഞ്ഞേ? ജോർദാൻ കിടക്കാനായിട്ട് ജോഷ പറയാണ്, ജോഷയ്ക്ക് ജോർദാൻ കിടക്കണം അക്കരയ്ക്ക്. അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യാൻ പറ്റുക പറഞ്ഞേ? നിങ്ങളുടെ പുരോഹിതന്മാർ കാല് അവിടെ വെള്ളത്തിൽ തൊട്ടാൽ മതി. അപ്പം പുരോഹിതന്മാരുടെ ശക്തി അന്ന് ഇന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ പാറയിൽ അടിച്ചാൽ വെള്ളം കിട്ടുമെന്നൊക്കെ മോശയോട് പറയും. മോശം അതൊക്കെ നമുക്ക് ചെയ്യുന്നത് കാണാം. അതുപോലെ തന്നെ ഒരു വേശ്യ, അതാരാ? റാഗാബ്. അവളെന്താ ചെയ്തേ? വന്ന അതിഥികളെ സ്വീകരിച്ചു. അവൾക്ക് ആരാന്ന് എന്താണെന്നൊന്നും അറിയില്ല. വീട്ടിൽ വന്ന അതിഥികളെ അവൾ സ്വീകരിക്കുകയും അതിൽ നിന്നും കാരണം വന്നവരെ അവൾ സുരക്ഷിതമായി സംരക്ഷിച്ചു. ദൈവം അവൾക്ക് പ്രതിഫലം കൊടുക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ ഹന്ന ദേവാലയത്തിലിരുന്ന് കരഞ്ഞപ്പോൾ ഏലി എന്താ പറഞ്ഞേ? ഫസ്റ്റ് സാമുവേൽ 1:17 നമുക്ക് കേൾക്കാം. അപ്പോൾ ഏലി പറഞ്ഞു, സമാധാനമായി പോവുക, ഇസ്രായേലിന്റെ ദൈവം നിന്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ. അവൾ സമാധാനത്തിൽ പോയി. പിന്നീട് ഒരിക്കലും അവൾക്ക് കരയേണ്ടി വന്നിട്ടില്ല. കാരണം ഏലി പുരോഹിതൻ പറഞ്ഞതിൽ അവൾ വിശ്വസിക്കുകയാണ്. കാരണം ഇതൊക്കെ ദൈവത്തിൻ്റെ പ്രവാചകനാണ് ഏലി എന്നൊക്കെ അവൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് അവൾ കണ്ണും പൂട്ടി അത് വിശ്വസിച്ച് പോയി. പിന്നീട് ഒരിക്കലും അവിടെ മുഖം പ്ലാനുമായിരുന്നിട്ടില്ല എന്ന് പറയും. അതുപോലെ തന്നെ നമുക്കറിയാം, വേറൊരാൾ കണ്ണും പൂട്ടി വചനത്തിൽ വിശ്വസിച്ച് വേറൊരാളെ പറയാവോ? നമ്മുടെ മനസ്സിലുള്ളത് പെട്ടെന്ന് പറഞ്ഞോ. ഉണ്ടോ? പരിശുദ്ധ പുതിയ നിയമത്തിലേക്ക് വരുവേ. അതിന് മുമ്പ് കുറച്ച് പേരെയും കൂടെ അടിച്ചോട്ടെ. ആരാ? ദാവീദ് അല്ലേ? ഗോലിയാത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ ഗോലിയാത്തിനെ കണ്ടാൽ തന്നെ ദാവീദും ഗോലിയാത്തിനും നമുക്ക് പടങ്ങളൊക്കെ കാണാമല്ലേ വളരെ. പക്ഷേ അവിടെ പോലും എന്താ ദാവീദ് ചെയ്യുന്നത്? എൻ്റെ ദൈവം ഈവനെയൊക്കെ എൻ്റെ കയ്യിൽ തരും. കാരണം ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ട് ആ മനുഷ്യൻ്റെ അടുത്ത് പോയി വെറും 7 കല്ലുകൊണ്ട് അല്ലെങ്കിൽ കവണ കൊണ്ട് 4 കല്ലുകൊണ്ട് അവനെ കൊന്ന ചരിത്രം നമുക്ക് കാണാം അല്ലേ? അതുപോലെ തന്നെ അവൻ പറയുന്നുണ്ട്, കരടിയുടെ സിംഹത്തിൻ്റെയൊക്കെ ഒറ്റയടിക്ക് ഞാൻ കൊന്ന എനിക്കാണോ ഈ ഗോലിയാത്ത് എന്ന് ചിന്തിച്ചിട്ടാണ് അവൻ ചെയ്യുന്നത്. അവനെ എന്താണ് അവൻ ഉദ്ദേശിച്ച വചനം ഏതാണെന്ന് അറിയാവോ? അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിലാണ് അവൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പിന്നെ നമുക്കടുത്തതായിട്ട് കാണാൻ പറ്റും, ഒരു യാത്രക്കാരൻ്റെ കൂടെ വരുന്ന ഒരു യാത്രക്കാരനെ വിശ്വസിച്ചിട്ട് പോകുന്ന ഒരാളെ അറിയാമോ? കൊച്ചു തോബിയാസാണ്. കൊച്ചു തോബിയാസിൻ്റെ കൂടെ ഒരു കൂട്ടുകാരൻ വരുന്നുണ്ട്. ആ കൂട്ടുകാരൻ്റെ കൂടെ പോകുന്നു. തിമിംഗലത്തെ കണ്ടു. പിടിക്കുന്നു പറഞ്ഞാടി അവൻ പിടിക്കുന്നു. അതിൻ്റെ ചങ്കം കരലും എടുത്തോ പറയുന്നു, എടുക്കുന്നു. അവിടെ കൊണ്ടുവന്ന് പുകച്ചോന്ന് പറഞ്ഞു പുകയ്ക്കുന്നു. കണ്ണിപ്പറ്റി എല്ലായിടത്തും അവൻ അന്ധമായിട്ട് ഒരു ക്വസ്റ്റ്യൻ തിരിച്ച് ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നില്ല. അത് അവസാനം അത് ആരായിരുന്നു ആ കൊച്ചു കൂട്ടുകാരൻ? റാഫേൽ മാലാഖ. പിന്നെ നമുക്ക് യൂദയസ്ഥരൊക്കെ കാണാം. പിന്നെ നമുക്ക് എളുപ്പമായിട്ട് ഒരമ്മയും 7 മക്കളുടെയും കാര്യം പറയുന്നുണ്ട് അല്ലേ? അതെന്താ പറയണേ? അതെന്തിനാ പറയണേ? അതായത് വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഗ്രഹങ്ങൾ അർപ്പിച്ച, അന്ന് അവർക്ക് നിക്ഷിപ്തമായിരുന്നത് പന്നിമാംസമാണെങ്കിൽ ഇന്ന് നമുക്ക് പല വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണങ്ങളും നിക്ഷിപ്തമാണ്. ജീവൻ ബലി കഴിക്കാൻ സ്വന്തം അമ്മയുടെ മാത്രമല്ല 7 മക്കളെ കൂടി അമ്മ പ്രോത്സാഹിപ്പിച്ച് ജീവിച്ചുകൊണ്ട് അത് ഇന്നും നമ്മുടെ ജീവിതത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ ഇന്നും നമ്മുടെ കയ്യിൽ ഓർമ്മയിലുണ്ട്. അടുത്തതാരാ? ജോബ്. ഓർമ്മയുണ്ടാ? എല്ലാം ദൈവം തന്നോ, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തട്ടെ. അതുപോലെ തന്നെ അടുത്ത ഇവിടെ ആരോ പറഞ്ഞു, റൂത്ത് അമ്മായിമേനെ കണ്ണുപൂട്ടി വിശ്വസിച്ച് പോയി. അതുകൊണ്ട് ഈശോയുടെ വംശാവലിയിൽ ഇന്നും അവൾ അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഏഷ്യ 6:8 ദൈവം ചോദിക്കുന്നുണ്ട്, ആരെയാണ് എനിക്ക് വരളി ചെയ്യുന്ന ഞാൻ കേട്ടു, ആരെയാണ് ഞാൻ അയക്കുക, ആരാണ് നമുക്ക് വേണ്ടി പോവുക? ഉടനെ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ഓക്കെ, അവിടെ ഒന്നും ഒരു ചോദ്യമില്ല, എവിടേക്കാണ് അവിടെ എങ്ങനെയാണെന്നൊന്നും ചോദിക്കുന്നില്ല. അതുപോലെ നമുക്ക് വളരെ മനോഹരമായ ഒരു സംഭവമുണ്ട്. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 37:4 വായിക്കേണ്ട, കുറച്ച് വലുതാണ്. കാരണം വരണ്ട ഭൂമിയിൽ അസ്ഥികളോട് വന്നിട്ട് പറയുക, നീ വചനം പറയാൻ പറഞ്ഞു. ആ അസ്ഥികളോട് വന്ന് എസെക്കിയേൽ പ്രവാചകൻ വേറൊരു സംശയമില്ലല്ലേ, ആ അസ്ഥി കൂടാരത്തിൻ്റെ അടുക്ക വന്നിട്ട് ആൾ വചനം പറഞ്ഞു. ആ അസ്ഥികൾക്കൊക്കെ
ജീവൻ വയ്ക്കുന്ന സംഭവം നമുക്കറിയാം. പിന്നെ അടുത്ത ഒരു സംഭവം നമുക്ക് എളുപ്പമായിട്ട് പറയാനുള്ളത് ദാനിയേലിൻ്റെ പുസ്തകത്തിലുള്ളതാണ്. 3 യുവാക്കന്മാർ. ആ യുവാക്കന്മാരുടെ പേരറിയാവോ? ആ, ഓക്കെ. അപ്പോൾ ആ 3 യുവാക്കന്മാർ എന്താ ചെയ്തേ? ഒരിക്കൽ പോലും അവർക്കറിയില്ല. ഇന്ന് നമുക്കറിയാം ദൈവം അങ്ങനെയൊക്കെ രക്ഷിച്ചിട്ടുണ്ടെന്നല്ലേ. ആ തീച്ചുള്ളിലേക്ക് എറിയാൻ പോയപ്പോൾ അവർ കണ്ണുപൂട്ടി അങ്ങ് എറിഞ്ഞു. എറിഞ്ഞോ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഞങ്ങളെ രക്ഷിച്ചാലും വേണ്ടില്ല രക്ഷിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഞങ്ങൾ ദൈവത്തെ അല്ലാതെ മറ്റാരെയും ആരാധിക്കില്ല. കണ്ണും പൂട്ടി അങ്ങോട്ട് ചാടുന്ന 3 യുവാക്കന്മാരെ കാണുന്നുണ്ട്. കർത്താവോ പൊന്നോടെ അവരെ സംരക്ഷിക്കാം. അതുപോലെ തന്നെ ദാനിയേൽ അല്ലേ, സിംഹക്കുഴിയിൽ 7 ദിവസം 7 സിംഹങ്ങൾക്ക് ഉള്ളിൽ 6 ദിവസം വിശന്ന് പുലിഞ്ഞ സിംഹത്തിൻ്റെ ഇടയിലേക്ക് ഞാൻ ഓർക്കണത് രസകരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ രാജാവും ഈ ദാനിയേലും കൂട്ടുകാരാണ് അല്ലേ. അപ്പം ഓൾറെഡി രാജാവ് കൊണ്ടുവന്ന് ഇതൊക്കെ കാണിച്ചിട്ടുണ്ടാവും. ഈ ദാനിയേലിനെ ഈ സിംഹക്കുഴിയും സിംഹം കിടക്കുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടാവും. ഇവർ വർത്തമാനം പറഞ്ഞു. കാരണം അങ്ങനെയെങ്കിലും നിൻ്റെ മനസ്സ് മാറിയെങ്കിൽ നിന്നെ ഈ കുഴിയിൽ എറിയില്ല എന്ന് രാജാവിനുണ്ട്. രാജാവിനെ എങ്ങനെയെങ്കിലും ദാനിയേലിനെ രക്ഷിക്കണമെന്ന് ചിന്തിക്കുന്നതായിട്ട് ആഗ്രഹമുണ്ടത് കാണാം. അപ്പോൾ അതൊക്കെ വന്ന് കാണിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ദാനിയേൽ ആരില്ല പ്രത്യാശ വെച്ചേ? അവൻ ദൈവത്തിൽ കണ്ണുപൂട്ടി ആ കുഴിയിലേക്ക് വീണു. അവൻ്റെ കണ്ണ് എവിടെയായിരുന്നു? ദൈവത്തിൽ മാത്രമായിരുന്നു. സിംഹത്തിന് അവനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് പറഞ്ഞ പോലെ പരിശുദ്ധ അമ്മ എന്താ ചെയ്തേ? ഇതാ കർത്താവിൻ്റെ ദാസി പറഞ്ഞേ, അവള് പൂർണ്ണമായിട്ട്. അപ്പോൾ തന്നെ യേശുപിതാവിനോട് എന്താ പറഞ്ഞേ? മത്തായി 1:20 വായിച്ചോ? എന്താ പറഞ്ഞു? അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാണ്. അത് കേട്ടോടി പിന്നെ വേറെ വല്ല ചോദ്യം ചോദിക്കുന്നുണ്ടോ? ഉടനെ അവൻ ഉറക്കത്തിൽ നിന്ന് ഇറങ്ങി മറിയത്തെ സ്വീകരിക്കുന്നതാണ് കാണാം. പിന്നെ നമുക്ക് മനോഹരമായിട്ടൊരു ഇത് കാണാം. 10 കുഷ്ഠരോഗികളല്ലേ, ഒത്തിരി സംഭവങ്ങളുണ്ട്. 10 കുഷ്ഠരോഗികൾ വരുന്നിട്ട് എന്താ പറയുന്നത്? ഓടി ഇങ്ങോട്ട് വന്ന് ഈശോയുടെ കർത്താവേ ദാവീദിന്റെ പുത്ര ഭാവിയെ ഞങ്ങൾ കനിയണേ എന്ന് പറഞ്ഞു. ഈശോ എന്താ പറഞ്ഞേ? നിങ്ങൾ പൊക്കോ, വേറെ എന്തേലും പറഞ്ഞോ? അപ്പോൾ ഇവർ ചോദിച്ചോ, ഇതെന്താ കർത്താവേ നീ ഞങ്ങളോട് പൊക്കോ എന്ന് മാത്രം പറഞ്ഞു, തൊട്ടെന്നോ സുഖപീഠത്തിനോ ഒന്നും പറഞ്ഞില്ല, നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞു. ആ പൊക്കോ എന്ന് പറഞ്ഞ വാക്കിൽ അവർ പൂർണ്ണമായിട്ട് കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിച്ച് അങ്ങനെ പോയി. തിരിച്ചു പോയി കഴിഞ്ഞപ്പോൾ നമ്മളെപ്പോലെ തന്നെ സാക്ഷ്യം പറയാനായിട്ട് ആരാ വന്നേ? അതേപോലെയാണ്. അപ്പോൾ അങ്ങനെ തിരിച്ചു വന്നത് നമുക്ക് ഓർത്ത് നോക്കിക്കാം. അവരുടെയൊക്കെ ആ ഒരു കണ്ണും പൊട്ടിയെന്നല്ലേ, അന്ധമായിട്ട് വിശ്വസിക്കുകയാണ്. പൊക്കോന്ന് പറഞ്ഞാൽ അവരങ്ങ് പോയി. തിരിച്ചൊരു ക്വസ്റ്റ്യൻ ഇല്ല. അതുപോലെ തന്നെ നമുക്കറിയാം യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്, ജന്മന അന്ധനായവൻ. അതൊന്നും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ജന്മന അന്ധനായവനെ കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. അവൻ്റെ അടുത്ത് ഈശോ അടുത്ത് എന്നിട്ട് ചോദിച്ചു, ഈശോ എന്താ ചെയ്തത്? കുറേ ചെളിയൊക്കെ പുരട്ടിയിട്ട് പറഞ്ഞോ, ശീലമൊക്കെ പോയി കഴിക്കും. ഒന്ന് അന്ധന എങ്ങനെയാണ് ആ തടാകം വരെ പോണേ? അവൻ എന്തേലും ചോദിച്ചാ ഞാൻ എങ്ങനെ പോവും? ആരെന്നെ കൊണ്ടുപോകും? ഒന്നാമതേ ഈശോ പറഞ്ഞു എന്നെങ്ങാനും പറഞ്ഞാൽ പിന്നെ അവിടെയുള്ള മനുഷ്യന്മാർ അവനെ കൂടെ കൊല്ലും. അപ്പോൾ പക്ഷെ അവനൊന്നും ചോദിക്കുന്നില്ല. ഈ കുളത്തിലേക്ക് അവൻ പോവുകയാണ്, വിശ്വസിച്ച് പോവുകയാണ്. അവൻ സിലോയിൽ പോയി കഴുകി. അവനെ ജന്മന അന്ധനായവനാ. ഒരു ക്വസ്റ്റ്യൻ തിരിച്ച് ചോദിക്കുന്നതായിട്ട് കണ്ടില്ല. ഇതാണ് അന്ധമായി വിശ്വസിക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ രക്തസ്രാവക്കാരി സ്ത്രീ ഇടയ്ക്കിടയ്ക്ക് പറയണതാണ്, അവൾ അന്ധമായി വിശ്വസിച്ചാൽ വസ്ത്രത്തിൽ തൊട്ടാൽ മതി, തുമ്പിലൊന്ന് തൊട്ടാൽ മതി എന്നും പറഞ്ഞ് അവൾ പോകുന്ന സംഭവം. അതുപോലെ തന്നെ നമുക്ക് കാണാം, നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല, യോഹന്നാനും പരിശുദ്ധ അമ്മയും ഇല്ലേ. യോഹന്നാനോട് പറയാണ്, അമ്മയെ നീ സ്വീകരിച്ചോ. യോഹന്നാൻ തിരിച്ചെന്തെങ്കിലും പറയണ്ടോ? ഇല്ല. അമ്മയോട് പറയണത് യോഹന്നാൻ. അവർ രണ്ടുപേരും അപ്പം തന്നെ യോഹന്നാൻ അമ്മയെ സ്വന്തം വീട്ടിലേക്ക് സ്വീകരിച്ചായിട്ട് കാണും. പിന്നെ നമുക്ക് ഒരു സംഭവമുണ്ട്, 2 രാജാക്കന്മാർ 5:10 ഒരു സംഭവം പറയുന്നുണ്ട്, കേൾക്കാം. എലീശ പ്രവാചകനെ നാമാൻ കുഷ്ഠരോഗിയായിരുന്നു. ഇപ്പോൾ എന്തായി? അവനെ എലീശയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. പറഞ്ഞു, നീ ജോർദാനിൽ പോയി 7 പ്രാവശ്യം കുളിക്കുക, നീ ശുദ്ധനായി ശരീരം പൂർവ്വസ്ഥിതിയായി പ്രാപിക്കും. അപ്പോൾ അതെന്താ അവനോട് പറയണേ? എലീശ നീ പോയിട്ട് ജോർദാനിൽ പോയി 7 പ്രാവശ്യം. അപ്പം അവൻ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എൻ്റെ നാട്ടിലൊന്നും കുളവും വെള്ളമൊന്നും ഇല്ലാഞ്ഞിട്ടാണോ ഞാൻ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് ധിക്കരിക്കുന്ന ഒരു നാമാനെ നമുക്ക് കാണാം. പക്ഷേ അവസാനം അവൻ്റെ കൂടെ വന്നവനൊക്കെ പറഞ്ഞ് സമാധാനപ്പെട്ട് കുളത്തിൽ പോയി മുങ്ങി സുഖം പ്രാപിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വേറെ സംഭവമാണ് 2 രാജാക്കന്മാർ 4:2-3 പറയുന്നത്. എലീശ അവളോട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറയുക, നിന്റെ വീട്ടിൽ എന്തുണ്ട്? അവൾ പറഞ്ഞു, ഈ ദാസിയുടെ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല. അവൻ പറഞ്ഞു, നീ ചെന്ന് അയൽക്കാരിൽ നിന്നും ഒഴിഞ്ഞ പാത്രങ്ങൾ ധാരാളം ശേഖരിക്കുക, പിന്നെ നീയും നിന്റെ പുത്രന്മാരും
അകത്ത് കിടന്ന് പാത്രങ്ങളിൽ എണ്ണ പകരുക. Praise the Lord. Praise the അപ്പോൾ നമുക്ക് എലീശ വിധവയ്ക്ക് കടമാണ്, കടം വീട്ടാനൊന്നും ഒരു വഴിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ നമ്മുടെ എലീശോ പറയാണ്, നീ വീട്ടിലെന്താ ഉള്ളേ? എൻ്റെ വീട്ടിൽ ആകെപ്പാടെ കുറച്ച് എണ്ണയേ ഉള്ളൂ. അപ്പോൾ എന്താ ചെയ്യുന്നത്? അതെടുത്ത് പകർത്തിക്കോ, കൊടുത്തോ? അവളൊന്നും സിസ്റ്റം ചോദിക്കുന്നുണ്ടോ? ഇല്ല. അത് കൊടുത്ത് അവിടെ കടം വീടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഇതാണ് വചനത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ ഞാൻ ഓർക്കുകയാണ്, അച്ഛനിങ്ങനെ എന്നും ഈ കണ്ണും പൂട്ടി വിശ്വസിക്കുക അല്ലെങ്കിൽ അന്ധമായി വിശ്വസിക്കുക എന്നൊക്കെ പറയുമ്പോൾ ആദ്യമൊന്നും എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ പറയുമ്പോഴാണ് ഞാൻ ഈ കഥയിലേക്ക്, ആ കൊച്ചിൻ്റെ കഥയിലേക്ക് തിരിച്ചു പോകുന്നത്. പണ്ടെപ്പോഴോ വായിച്ച ഒരു കഥയാണ്. അപ്പോൾ ആ കുഞ്ഞ് കണ്ണും പൂട്ടി ആ അപ്പൻ്റെ സ്വരം കേട്ട് താഴേക്ക് ചാടാൻ സാധിച്ചെങ്കിൽ നമ്മളെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവം പറയുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് കണ്ണും പൂട്ടി വിശ്വസിച്ചുകൂടെ? കണ്ണും പൂട്ടി വിശ്വസിക്കുന്നവരുടെ സാക്ഷ്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ കണ്ടാൽ അറിയാം. ഞാനും കണ്ണുപൂട്ടി വിശ്വസിച്ചാണ് ഇവിടെയുള്ള വെഞ്ചരിച്ച വെളിച്ചെണ്ണ എടുത്തുകൊണ്ട് പോകുന്നതും കണ്ണാമ്പെള്ളം എടുത്തുകൊണ്ട് പോകുന്നതും ഉപ്പെടുത്തുകൊണ്ട് പോകുന്നതൊക്കെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്കതെല്ലാം സാക്ഷ്യം ഞാൻ ഒരു ദിവസം പറയാം. എത്രമാത്രം അനുഗ്രഹങ്ങൾ അതിലൂടെ കിട്ടും. കണ്ണും പൂട്ടി വിശ്വസിക്കുക. നിങ്ങൾക്ക് കണ്ണും പൂട്ടി വിശ്വസിക്കാൻ സാധിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ പറ്റും. കണ്ണും പൂട്ടി വിശ്വസിച്ചില്ല, ക്വസ്റ്റ്യനുമായിട്ടിരുന്നാൽ നമുക്കൊരിക്കലും ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് കടന്നു വരാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ അടുത്തേക്ക് കടന്നില്ല. നമുക്കൊരു കാര്യം കൂടെ ചിന്തിക്കാനുണ്ട്. നമ്മുടെ ബുദ്ധിയും നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റണം. ഹൃദയം തുറന്ന് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ സാധിച്ചാൽ, എൻ്റെ ദൈവമാണ് ഏകദൈവം എന്ന് വിശ്വസിച്ച് എൻ്റെ ദൈവത്തോട് ചേർന്ന് നിന്നാൽ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങളല്ല, നമുക്ക് സ്വർഗ്ഗത്തിൽ പോകണം. ഇതെല്ലാം കഴിഞ്ഞ് ഈ ഭൂമിയിലെ അനുഗ്രഹങ്ങളെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞ് നമുക്ക് എവിടെ എത്തണം? സ്വർഗത്തിലെത്തണം. അത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഈശോയുടെ കൂടെ ആയിരിക്കണം, ഈശോയുടെ ഒപ്പം എത്തണം. എനിക്ക് ഈശോയുടെ കൂടെ ആയിരിക്കണം. എന്നാൽ അയച്ചു നോക്കിക്കേ, നവവൃന്ദ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഒക്കെ കൂടെ സ്തുതിച്ച് നിങ്ങളുടെ സ്വപ്നം, നിങ്ങൾ അപ്പോഴേ നമ്മുടെ സ്വപ്നം നിങ്ങളുടെ ജീവിതത്തിൽ അതാണ് കാണേണ്ടത്. നമ്മളെപ്പോഴും സ്വപ്നങ്ങൾ കാണുന്നത് ഈ ഭൂമിയിലെ നേട്ടങ്ങൾ മാത്രമാണ്. ഈ ഭൂമിയിലെ നേട്ടങ്ങൾക്കപ്പുറം സ്വർഗത്തിൽ ഈശോയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവത്തിൻ്റെ കൂടെ ഇരുന്ന് മാലാഖമാരോടും പരിശുദ്ധമ്മയോടും വിശുദ്ധരോടും എന്താ പറയുക, നവവൃന്ദ മാലാഖമാരോടൊക്കെ ഇങ്ങനെ സ്തുതിക്കുന്നതൊക്കെ സ്വപ്നം കാണണം. അപ്പോൾ നമുക്ക് എല്ലാം കണ്ണും പൂട്ടി വിശ്വസിച്ച് ഈശോയുടെ കൂടെ ആയിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സ്വർഗത്തിൽ കാണാമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ